जाएंगे, अगर जेल भी जाने का मुसीबत आ जाए तो जाएंगे, गोली भी चलेगा तो खाएंगे, पर भ्रष्टाचारी सरकार को उखाड़ फेंकेंगे। भैया का मांग क्या है? भैया लोग का मांग यह है कि बीपीएससी का पेपर लीक क्यों हुआ, वापस से परीक्षा लिया जाए। अरे आपका तो उम्र स्कूल जाने का था, आप आ गए हैं प्रोटेस्ट में। अभी हम बच्चा है, हम बढ़ाएंगे, कहीं पता चले भ्रष्टाचारी सरकार मेरा भी पेपर लीक करवा दे, ऐसा थोड़ी ना। अभी बच्चा बड़ा तो हम जरूर होंगे, इसीलिए हम कहते हैं अभी सब आ जाइए। आज सब किसान नौजवान लोग सब आएंगे। आपके घर से मम्मी पापा आने के लिए मना नहीं किए थे कि आप जा रहे हो, कितना छोटे हो, पुलिस को वहाँ लाठी चलाती है? डरेंगे हम लोग क्यों? हम लोग डरने वाले नहीं है, भ्रष्टाचारी सरकार को उखाड़ फेंकेंगे। आदित्य कुमार नहीं, रेंट लेकर आते हैं पटना कुनाल चक मोहनपुर गली, अपना प्रॉपर घर वो गया जिला अतरी थाना ग्राम मोहम्मद। खाना पीना खा के आया है? हाँ, खाना पीना अब खाना पीना खाए चाहे नहीं, पहले भ्रष्टाचारी सरकार निकलो मकानों से, जंग लड़ो बेईमानों से। फिर से बोलो, निकलो घर, मकानों से जंग लड़ो बेईमानों से। The question of Bihar students is very straightforward. Why the mess in recruitment exams? Why no action on allegations of paper leak? And how long will the youth future be toyed with? രാഹുൽ ഗാന്ധിയുടെ ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇപ്പം നിങ്ങൾ കണ്ടതും ഇതേ ബീഹാറിൽ വിദ്യാർത്ഥികളും അതുപോലെ ഉദ്യോഗാർത്ഥികളും ഒക്കെ പ്രക്ഷോഭം നടത്തുക. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു 6 വയസ്സുകാരൻ പങ്കെടുത്ത് സംസാരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അത് കഴിഞ്ഞ് ആ 6 വയസ്സുകാരനെ പോലീസ് ഡീറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുമാണ് നിങ്ങൾ കണ്ടത്. രാജ്യത്ത് ഒന്നടങ്കം സംഘപരിവാർ സ്വാധീന മേഖലകളിൽ അല്ലെങ്കിൽ സംഘപരിവാർ ഭരിക്കുന്ന ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ അത്രയും വിദ്യാഭ്യാസ മേഖലയെ അതിൻ്റെ അടിവേര് മാന്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയുടെ അടിവേര് മാന്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാൻ വേണ്ടിയിട്ട്, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ പണിയെടുക്കുക? അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ നമ്മൾ പല ആവർത്തി ഇതിൻ്റെ പല വേർഷനുകൾ സംസാരിച്ചതാ. ഈ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ താറുമാറാക്കാൻ എന്താണ് ഇവരെ ഇത്രമാത്രം പ്രേരിപ്പിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സകലമാന ഈ മത്സര പരീക്ഷകൾ പ്രൈമറി സ്കൂളുകൾ മുതലങ്ങ് തുടങ്ങിയിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ ഘട്ടങ്ങളെയും നശിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഒരു രാജ്യം മെച്ചപ്പെടണമെങ്കിൽ ആദ്യം ആ രാജ്യത്തെ ജനങ്ങളെ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ മുൻഗാമികളായിട്ടുള്ള ഭരണാധികാരികൾ, മുൻകഴിഞ്ഞ ഗവൺമെൻറ്റുകൾ ചെയ്തു വെച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ പണിയെടുക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഇപ്പം നടന്ന ഈ പറയുന്ന പേപ്പർ ലീക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്ന പരിപാടി, ഈ മത്സര പരീക്ഷകളാവട്ടെ, ഇനി ബോർഡ് എക്സാമുകളാവട്ടെ, ഒക്കെ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ചെയ്തതാണ്. അത് അവരുടേതായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരം കൊണ്ടു നടക്കുന്ന, കൈയാളുന്ന ആളുകൾ തന്നെ വളരെ കൃത്യമായ പ്ലാനോടുകൂടി അവരാണ് ഇതൊക്കെ, ഈ ക്രമക്കേടുകൾ അത്രയും നടത്തിയിട്ടുള്ളത്. അതല്ലാതെ സിസ്റ്റത്തിന് പുറത്തു നിന്നുള്ള ഒരാളല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ അറിവോടുകൂടി, സിസ്റ്റത്തിൻ്റെ പിന്തുണയോടുകൂടി, ഭരിക്കുന്ന ആളുകളുടെ നിർദ്ദേശങ്ങളോടുകൂടി ഓരോരുത്തർ ചെയ്തു വച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ. അത്രയും അതിൻ്റെ ഫലമാണ് എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ നട്ടെല്ല് വിദ്യാഭ്യാസ മേഖലയിലാണ്.
ആ രാജ്യത്തിൻ്റെ നട്ടെല്ല് വിദ്യാഭ്യാസ മേഖലയിലാണ് എന്ന് ഭരിക്കുന്നവർക്ക് അറിയാഞ്ഞിട്ടല്ല, നന്നായിട്ടറിയാം. പക്ഷേ ഇതൊരുമാതിരി പ്രതികാരം ചെയ്യുന്നത് പോലെയുള്ള തോന്നലാണ് എനിക്ക്. എന്ത്, എൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചവർക്ക് ഇനി സർട്ടിഫിക്കറ്റുകളെ വേണ്ട എന്നൊരാളങ്ങോട്ട് തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്ത് ഒരു ഭരണാധികാരിയും ചെയ്യാത്ത കാര്യങ്ങൾ ലോകത്ത് ഒരു ഭരണാധികാരിയും ചെയ്തിട്ടില്ല. എന്ത്, നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന പണി ഒരുത്തിനും എടുത്തിട്ടില്ല. ബാക്കി ഏത് മേഖല വിട്ടേക്കാം. പക്ഷേ കഴിവുകേട് കൊണ്ട് മറ്റുള്ള ചിലപ്പോൾ സാമ്പത്തിക മേഖലയോ ആരോഗ്യ മേഖലയിലൊക്കെ പല എന്താ പറയേണ്ടത് ന്യൂനതകളോ അല്ലെങ്കിൽ കുറവുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായേക്കാം. പക്ഷേ വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കുന്ന പണി ലോകത്ത് തന്നെ ഒരു ഭരണാധികാരിയും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഭരണാധികാരികൾ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമായിട്ട്. എന്നിട്ട് അത് ഞാൻ ഭരണാധികാരികൾ തകർക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഈ പറയുന്ന ക്രമക്കേടുകൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ ക്രമക്കേടുകൾക്കെതിരെ ഒരു പ്രോപ്പർ ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുത്തിരിക്കുന്ന എന്താ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു 1-2 തട്ടുമുട്ടലുകളൊക്കെ നടത്തി എന്നല്ലാതെ ഒരു പ്രോപ്പർ ആക്ഷൻ ഈ നിമിഷം വരെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ ക്രമക്കേടുകളെ തടയാൻ വേണ്ടിയുള്ള ഒരു പണിയും ഈ നിമിഷം വരെ എടുത്തിട്ടില്ല. ഇവിടെ നഷ്ടമാകുന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളുടെ ഭാവിയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ മക്കളുടെ ഭാവി, ഒരു രാജ്യത്തിൻ്റെ വരും തലമുറയുടെ എല്ലാം നഷ്ടപ്പെടുകയാണ്. കാരണം എന്താ, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഭരണാധികാരികൾ പണിയെടുക്കുക. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരു സമൂഹത്തെ കൊണ്ട്, ഒരു വിഭാഗത്തെ കൊണ്ട് എന്തുണ്ടാക്കാൻ കഴിയും ഒരു രാജ്യത്ത്? അതും ലോകം അത്രയും സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ സ്പീഡ് കൂടി പോവുകയാണ്. ലോകത്ത് പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുക, പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പുതിയ സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലോകം മുന്നോട്ട് ഓരോ സെക്കൻഡ് കഴിയും തോറും സ്പീഡ് കൂടുകയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ലോകം അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുക. റിവേഴ്സ് ഗിയറിലാണ് എല്ലാം കൊണ്ടും. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ചില വാർത്തകൾ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭാസമ്പന്നരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ അവരുടെ കഴിവ് തെളിയിക്കുകയും രാജ്യത്തിന് വേണ്ടി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്ത് ജവഹർലാൽ നെഹ്റു വിത്തുപാകിയ ISRO എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ പുതിയ തീരുമാനം വന്നിരിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. എന്താണ്, ഈ പറയുന്ന ഒരുപാട് ടെക്നോളജികൾ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇത് സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ പോവുകയാണ്. ആലോചിക്കണം, രാജ്യത്ത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള ഒരു വലിയ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികളായിട്ട് മാറുകയാണ്. അത്തരക്കാരാണ് ഇപ്പോൾ ഇവിടെ. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയുണ്ട്. എന്താണ്, ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകളുടെ മക്കളൊക്കെ വിദേശങ്ങളിലാണ് പഠിക്കുന്നത്. അവർക്കാർക്കും ഇന്ത്യയിലെ പഠനം വേണ്ട, അവർക്കാർക്കും ഇന്ത്യയിലെ വിദ്യാഭ്യാസം വേണ്ട. അവരൊക്കെ വിദേശങ്ങളിലാണ്, വിദേശ രാജ്യങ്ങളിൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുകയാണ്. എന്തേ കാരണം അവർക്കറിയാം ഈ രാജ്യത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ചുക്കും അതുകൊണ്ട് ഉപകാരമില്ല എന്ന് മനസ്സിലാക്കിയവർ അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ അയച്ച് അവരുടെ ഭാവി വളരെ സുരക്ഷിതമാക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങളുടേതോ, ഈ രാജ്യത്തെ ജനങ്ങളുടെ അവരുടെ മക്കളുടെ ഭാവി തകർക്കാൻ വേണ്ട പണിയും ഇവരെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാജ്യത്തെ പ്രൈമറി സ്കൂളുകളുടെ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്.
അത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലുമുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ കാഴ്ചയല്ല. ഈ പറയുന്ന മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ബംഗാൾ, അസം എന്ന് വേണ്ട രാജ്യത്തെ ഒരുപാടധികം, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ആയിരക്കണക്കിന് സ്കൂളുകളുടെ ദൃശ്യങ്ങളാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ബേസിക് കിട്ടേണ്ട പ്രൈമറി സ്കൂളുകൾ, ആ പ്രൈമറി സ്കൂളുകളെ തന്നെ തകർത്തിരിക്കുക. കാരണം എന്താ? അവിടെ നിന്ന് അക്ഷരം പഠിച്ചാലല്ലേ ഓരോ മുന്നോട്ടുള്ള യാത്രയിൽ കാര്യങ്ങൾ സുഗമമാവുകയുള്ളൂ. അക്ഷരം അറിയാത്തവൻ മുന്നോട്ട് പോകാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. അവൻ ഈ വിദ്യാഭ്യാസ മേഖല വിട്ടിട്ട് മറ്റെന്തെങ്കിലും പണിക്ക് പോകും. ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന അന്ധഭക്തരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള, വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു തലമുറക്ക് പകരം അന്ധഭക്തരെ ഉണ്ടാക്കണമെങ്കിൽ അവർ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാകണം. എന്നാലേ ഈ പറയുന്ന ക്യാപ്സ്യൂളുകളൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുകയുള്ളൂ, അല്ലേ? അതായിരിക്കും ഇവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പ്രൈമറി വിദ്യാഭ്യാസത്തെ, ആ മേഖലയെപ്പോലും ഇങ്ങനെ തകർക്കാൻ ഒരു സർക്കാർ പണിയെടുക്കുമോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതല്ലേ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് നിന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാഴ്ചകൾ എന്തൊക്കെയാ? ഓരോ സ്കൂളിൻ്റെ അവസ്ഥകൾ, അവിടുത്തെ അധ്യാപകരുടെ സ്ഥിതിവിശേഷങ്ങൾ, അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ, പ്രിൻസിപ്പളിൻ്റെ ഒക്കെ എന്താ പറയേണ്ടത്, കാട്ടിക്കൂട്ടലുകൾ ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നതാണ് എന്നുള്ളത് വലിയ ആശങ്കാജനകമാണ്. കാരണം ഇപ്പോൾ വരുന്ന ഒരു തലമുറ ഉണ്ടല്ലോ, ഒരു ജെൻ ആൽഫ എന്ന് പറയുന്ന ഒരു തലമുറയുണ്ടല്ലോ. ആ തലമുറയുടെ വിദ്യാഭ്യാസ മേഖല മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ പറയുന്ന പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത്. ആ പ്രൈമറി സ്കൂളുകളെ തകർത്തുകൊണ്ട് ഒരു തലമുറയെ ഒന്നടങ്കം അക്ഷരാഭ്യാസമില്ലാത്തവരാക്കാൻ വേണ്ടിയുള്ള പണി സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.